അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അത് 3/4 സ്ലീവ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് തുണി എടുക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതും തയ്ക്കുന്നതും. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഈ തുണി എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ തുണി ഒന്ന് അളക്കുക. ടേപ്പ് വെച്ച് ആ തേര് വിളുമ്പ് അല്ലെങ്കിൽ വക്ക് ഭാഗം വെച്ച് ഒന്ന് അളന്ന് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് ഇത് ഞാൻ അളക്കുന്നത്. താഴെ വരെ നോക്കണം. ഒരു ടേപ്പ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ. അപ്പം 1.5 മീറ്റർ ഇല്ല മടക്ക് ഭാഗം 1.45. അപ്പം പിന്നെ 2.90 ഉള്ളു. അപ്പം 3/4 തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് തയ്ക്കുന്ന രീതിയാണ് ഈ തുണി വെട്ടിയതിന് ശേഷം നമ്മൾ സ്ലീവ് എടുക്കേണ്ട രീതിയൊക്കെയാണ് ഇത് ഈ വീഡിയോയിൽ. അപ്പം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്കിപ്പ് ചെയ്യല്ലേ. അപ്പം എന്താണ്ട് തുടങ്ങുക. നമുക്ക് മടക്ക് ഭാഗം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇറക്കം എടുക്കുക. അപ്പോൾ ഇറക്കം നീളം കുറഞ്ഞ ആളിൻ്റെ പിന്നെ നൈറ്റിയാണിത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മടക്ക് ഭാഗത്തിന് ശകലം താഴോട്ട് വെച്ചതിന് ശേഷം ഇറക്കം എടുക്കുക. ഇവിടാണ് അടയാളം വന്നിരിക്കുന്നത്, കണ്ടോ? അവിടുന്ന് താഴോട്ട് നമുക്ക് ഇറക്കം എത്ര വേണമെന്നേ നോക്കാം. അളവിൻ്റെ ചുരിദാറിൽ ഇതിപ്പോൾ 48 ഇഞ്ചുണ്ട്. 1.5 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ എടുക്കണം. 48 ഇഞ്ച് ഇറക്കം മതി. അവിടെ അടയാളം ചെയ്ത് മുകളിലോട്ട് നമുക്ക് സ്ലീവിന് എടുക്കാം. 3/4 സ്ലീവ് കിട്ടുവാണെങ്കിൽ എടുക്കാം. അപ്പം മുൻകഴുത്ത് ഒരു 4 ഇഞ്ച്, പിൻകഴുത്ത് ഒരു 2 ഇഞ്ച്. കഴുത്തിന് ഒരുപാട് ഇറക്കം വേണ്ട. ബാക്കും ഫ്രണ്ടും എല്ലാം കുറവ് മതി. അപ്പം കഴുത്തിനകലം ഞാൻ 2.25 എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഒരു 8 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ചുരിദാറിനൊക്കെ കണക്ക് നൈറ്റിക്ക് ഷോൾഡർ ഇച്ചിരി ശകലം കൂടുതൽ എടുക്കും. ലൂസായിട്ട് എടുക്കേണ്ട നൈറ്റി അല്ലേ. അതിനുശേഷം കൈക്കുഴിയും 8 ഇഞ്ച് തന്നെ എടുക്കും. അവിടെ അടയാളം ചെയ്ത് അതിനുശേഷം നമ്മൾ ആ കൈക്കുഴിയുടെ ഭാഗത്ത് ചെസ്റ്റ് 12 ഇഞ്ചാണ് വണ്ണം വേണ്ടുന്നത്. ലൂസായിട്ട് കിടക്കേണ്ടതും കൊണ്ട് 12 ഇഞ്ച്. അതിനുശേഷം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം. ഞാൻ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ്. ആ 1.5 ഇഞ്ച് തന്നെ താഴോട്ടും ഈ ചെസ്റ്റ് തന്നെ എടുക്കുന്നത് താഴോട്ടും എടുക്കാം. താഴോട്ട് ഷേപ്പ് ചെയ്ത് പോവാം. വേണ്ട ഈ ഭാഗത്ത് ഷേപ്പ് ഇത് ഞാൻ പോകും. അവിടെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്ക്കാൻ നേരത്ത് നമ്മുടെ ഷേപ്പ് ഒരു ചെസ്റ്റ് കഴിഞ്ഞ് വേസ്റ്റ് ഭാഗം വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് കൂട്ടി കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് താഴെ ഒന്നും വെട്ടണ്ട. അത് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. സിമ്പിളാണ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം. ഇങ്ങനെ 1.5 ഇഞ്ച് കൈക്കുഴിയുടെ നമ്മൾ ചതുരം വരച്ചിട്ടില്ലേ, അവിടെ 1.5 ഇഞ്ച് എടുത്തിട്ട് കൈക്കുഴി വരച്ചു കൊടുക്കാം. മുൻകഴുത്തും ഒക്കെ വരച്ചു കൊടുക്കാം. വേണ്ട ഇതേമാതിരി മുൻകഴുത്തും പിൻകഴുത്തും വരയ്ക്കണ്ട. ഇനി നമുക്ക് കട്ട് ചെയ്യാം. വേണ്ട ഞാനങ്ങനെ അത് കട്ട് ചെയ്ത് എടുക്കുക. മുൻകഴുത്തും പിൻകഴുത്തും വെട്ടി കൈക്കുഴി വെട്ടിയിട്ട് താഴോട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക. ആ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ടങ്ങ് കട്ട് ചെയ്ത് പോവാം. അതിനുശേഷം കഴുത്തിന് നമ്മുടെ ഒരു അടയാളം കൊടുക്കണം. സിബ് വെക്കാൻ ഒരു 6 ഇഞ്ച് ചെറിയ സിബാണ് വെക്കുന്നത്. 6 ഇഞ്ച് സിബ് അവിടെ അടയാളം കൊടുക്കുക. പിന്നെ നമ്മൾ തയ്ച്ചതിന് ശേഷമേ ഇത് കട്ട് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് സ്ലീവാണ് എടുക്കുക. നമ്മൾ പറഞ്ഞ ഭാഗം മുകൾ ഭാഗം ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് ഏത് വിധത്തിലാണ് വേണമെങ്കിലും 2 ഭാഗം വെച്ചും നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം എടുക്കാം. 15 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. സാധാരണ ഒരു 8 ഇഞ്ചൊക്കെ മതി ഓരോരുത്തർക്ക്. അപ്പോൾ ഇതിപ്പോൾ 15 ഇഞ്ച് ഇറക്കം വേണ്ടത് കൊണ്ട് വക്ക് ഭാഗം ഒന്ന് ഞാൻ അവിടെ നിന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് അകത്തോട്ട് ശകലം കയറിപ്പോയി. അതൊന്ന് വെച്ചിട്ട് കൈക്കുഴി എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ കൈക്കുഴി എടുത്ത് വെച്ച് ഇങ്ങനെ അടയാളം ചെയ്ത് കട്ട് ചെയ്താൽ മതി. തയ്യൽ അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പം സിമ്പിൾ മെത്തേഡാണിത്. കൈക്കുഴി എടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ ഭാഗവും നമുക്കെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വെക്കുക. ഉണ്ടോ? ഇത്രയേ ഉള്ളു കൈക്കുഴി. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗമാണ്. ബാക്കിയുള്ള ബാലൻസ് തുണി വെച്ച് നമുക്ക് കൈയുടെ വണ്ണം 7.5 കിട്ടിയിട്ടുണ്ട്. 6.5 മതി, 1/2 ഇഞ്ച്. പിന്നെ ബാക്കി ബാലൻസ് വെച്ച് തുണി വെച്ച് തയ്ക്കുമല്ലോ. ഇവിടെ ഈ ഭാഗം തയ്ച്ചെടുക്കുക. ഇവിടെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയാണ് സ്ലീവിന് തുണി കിട്ടാതെ വരുവാണെങ്കിൽ 3/4 സ്ലീവിന് തയ്ക്കുന്നത്. ബാക്കി തയ്യൽ തുമ്പ് കുറേ കഴിയുമ്പോഴത്തേക്ക് കുറേ അകലം വരുത്തോളൂ നമുക്ക് വെളിയിലോട്ട് വരുന്നത്. ബാക്കി തയ്യൽ തുമ്പിൽ അങ്ങ് പൊയ്ക്കോളും. ഇതിന് എടുക്കുന്ന തുണിയും കൂടെ ഞാൻ കാണിച്ചു തരാം, ഇതെങ്ങനെ എടുക്കണ്ടേന്നും കൂടെ. നമ്മുടെ ഇതിൻ്റെ ബാലൻസ് തുണി തന്നെ എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ശകലം അധികം ഇട്ട് വെട്ടണം. നോക്കണം ഏത് സൈഡാണെന്നത്. ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം അധികം വിട്ട് വെട്ടണം. പിന്നെ തയ്ച്ച് തീർന്നതിന് ശേഷം 4 പീസാണ് വേണ്ടുന്നത് 2 കൈക്കും. അപ്പുറവും ഇപ്പുറവും വേണം. ഇങ്ങനെയാണ് കറക്റ്റ്. നോക്കിയതിന് ശേഷം വെട്ടാവും. ഇങ്ങനെ എടുത്ത് വെട്ടുമ്പം അകവും പുറമൊക്കെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ജോലി തീർന്ന് ഇനി നമുക്ക് പിന്നെ മുൻകഴുത്ത് പിൻകഴുത്ത് ഒക്കെയാണ് വെട്ടേണ്ടത്. മുൻകഴുത്ത് ഞാൻ എടുത്ത് അടയാളം ചെയ്തിട്ടുണ്ട്. പിൻകഴുത്തും ഇതേമാതിരി അടയാളം ചെയ്ത് അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇതിൻ്റെ വക്ക് ഭാഗം ഒന്ന് തയ്ക്കണം. എന്നിട്ട് 2 കഴുത്തിലും മെഷീനിൽ വെച്ച് തയ്ക്കണം. എന്നിട്ട് ചരിച്ച് ഇതേമാതിരി മൊത്തത്തിൽ ഒന്ന് തയ്ച്ചു കൊടുക്കണം. കൊടുത്തിട്ട് മുൻകഴുത്തും പിൻകഴുത്തും ഇതേമാതിരി തയ്ച്ചതിന് ശേഷം ചരിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇതേമാതിരി കത്രികയുടെ തുമ്പ് വെച്ചൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കണം. എന്നാൽ കറക്റ്റായിട്ട് ഇത് ഇറങ്ങി വരും. ഇത് പിന്നെ നല്ല മടക്കി ഇടുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കും. അങ്ങനെ ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് മുൻകഴുത്ത്. രണ്ട് കഴുത്തും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് സിബ്ബാണ് വെക്കേണ്ടത്. സിബിൻ്റെ ചെറിയ സിബ്ബാണ് എടുത്തേക്കുന്നത്. സിബിൻ്റെ അളവിന് വെച്ച് 2 പീസ് ഒരു 1.5 ഇഞ്ച് വീതിക്ക് തുണി എടുക്കാം, കട്ട് പീസ് എടുക്കാം. 2 വിധത്തിൽ ഈ സിബ്ബ് തയ്ക്കുക. ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം കുറച്ചങ്ങ് വെട്ടിക്കളയാം. അതിനുശേഷം ഒന്ന് മടക്കി ഈ തുണി ഒന്ന് മടക്കി 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം സിബിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് ഒന്ന് മടക്കിയും കൂടെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ വെച്ച് മെഷീനകത്തോട്ട് അതിൻ്റെ റണ്ണറിലോട്ട് കൊള്ളാതെ സാധാരണ പിന്നെ ഇതിന് സാധാരണ സിമ്പിൾ ഫൂട്ട് മതി. സിമ്പിൾ അല്ല, സാധാരണ തയ്ക്കുന്ന ഫൂട്ട് മതി. ഇൻവിസിബിൾ സിബ് തയ്ക്കുന്ന ഫൂട്ടൊന്നും മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊന്ന് തയ്ച്ചു കൊടുത്ത് ഇപ്പോഴത്തെ സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതിങ്ങനെ തയ്ച്ച് ഇനി അടുത്ത പീസും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെച്ച് മടക്കി അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. അന്നേരം ഇതിൻ്റെ മുകളിൽ പടി തയ്ച്ചില്ലേലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ പടിയും കൂടെ തയ്ക്കുന്നത് കാണിക്കാം. ഇതിൻ്റെ മുകളിൽ സാധാരണ നൈറ്റിക്ക് ഒരു പടി വരുമല്ലോ. ഈ പടി ഇല്ലാതെ ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുത്താലും മതി. ഇങ്ങനെ വെച്ച് അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ആ റണ്ണറിൽ കയറാതിരുന്നാൽ മതി. ആ സിബ് വലിച്ചിടത്തില്ലേ, ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ പിന്നെ ഇതിന് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗം കഴുത്തൊക്കെ തയ്ച്ച് തീർന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ അടയാളം ചെയ്യണം. നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്നത് സിബിൻ്റെ അടയാളം. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് അവിടെ ഒരു അടയാളം കൊടുക്കണം, ചോക്ക് വെച്ച്. കട്ട് ചെയ്യാനുള്ള അടയാളമാണ്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ചരിച്ച് ഒരു ചെറുതായിട്ടൊന്ന് ഒരു ചരിവ് കൊടുക്കണം കട്ടിങ്ങിന്. ഇതേമാതിരി ഒന്ന് വരച്ചിട്ട് വെട്ടിയാലും മതി. അത്രയും മതി. ഇനി നൂത്തിട്ടതിന് ശേഷം നമുക്ക് ഇത് സിബ് പിടിപ്പിക്കാം. നമ്മൾ
നമ്മൾ സിബ് തയ്ച്ച് വെച്ചേക്കുന്നത് എടുത്ത് നമ്മൾ പിന്നെ ഓപ്പൺ ചെയ്തില്ലേ ആ ഭാഗം ഒന്ന് 1/2 ഇഞ്ച് മടക്കിയിട്ട് അകത്തോട്ട് വെച്ച് ആ സിബിനെ അകത്തോട്ട് വെച്ചേക്കണം. നമ്മൾ സിബ് തയ്ച്ച് റെഡിയാക്കി വെച്ചേക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കറക്റ്റ് അളവിന് തയ്ച്ചു കൊടുക്കാം. താഴെ വരെ സിബിൻ്റെ താഴെ വരെ തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗവും മുകളിൽ നിന്നും താഴോട്ട് എടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചും തയ്ക്കാം, അല്ലാതെയും തയ്ക്കാം. ഇനി ഞാൻ എടുത്ത് മുകളിൽ അത് മെഷീനകത്ത് തിരിഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് മുകളിൽ നിന്നും അന്നേരം കറക്റ്റ് അളവിന് നമുക്ക് മുകളിൽ നിന്നും പിടിച്ച് താഴോട്ട് വരാം. അല്ലെങ്കിൽ സിബ് ചിലപ്പം ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാണെങ്കിൽ കയറി ഇറങ്ങിപ്പോകും. ഇങ്ങനെ വെച്ച് താഴോട്ട് അങ്ങ് തയ്ച്ചു പോകാം. നല്ല കറക്റ്റ് അളവിന് കിട്ടും. ഇനി ഇങ്ങനെ തയ്ച്ചാലും മതി. ഇനി നമുക്ക് മുകളിലൊരു പടി വെച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതും കാണിക്കാം. സിബ് അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി ഇങ്ങനെ വേണമെന്നവർക്ക് ഇങ്ങനെ മാത്രം തയ്ച്ചാൽ മതി. ഇനി മുകളിൽ പടി വെച്ച് തയ്ക്കുന്നത് ഒരു 2.5 ഇഞ്ച് തുണി എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കണം. ചീത്ത വശം വെച്ചൊന്ന് മടക്കിയിട്ട് അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് ഒന്ന് തയ്ച്ചെടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് തയ്ച്ചിട്ട് അതിനെ ഒന്ന് തിരിച്ചിടാം. നല്ല വശം ഇട്ടതിന് ശേഷം ഈ മടക്കിയത് അങ്ങനെ ആ തയ്യൽ തുമ്പ് പിന്നെ വക്ക് ഭാഗം ഉണ്ടല്ലോ, ആ മടക്ക് ഭാഗം അല്ലാത്ത ഭാഗം എടുത്ത് സിബിൻ്റെ മേളിലോട്ട് വെച്ച് അങ്ങ് തയ്ച്ച് മടക്കി 1/2 ഇഞ്ച് മടക്കി വേണം വെച്ച് തയ്ച്ചു കൊടുക്കാൻ. ഇപ്പം അവിടെ ആ സിബ് ഉണ്ടെന്ന് അറിയത്തില്ല. എന്നിട്ട് താഴെ വരെ ആ സിബിൻ്റെ അടിഭാഗം വരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കുത്തി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചതുരമായിട്ടോ ത്രികോണമായിട്ടോ ഒക്കെ മടക്കി കൊടുക്കാം. അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്ത് അടിഭാഗം കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. നോക്കിയതിന് ശേഷം സമാധാനത്തിൽ ഈ സിബിൻ്റെ ഭാഗമൊക്കെ തയ്ക്കുന്ന സമാധാനത്തിലേ തയ്ക്കാവൂ. ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അവിടെ ഒരു കട്ടിയുള്ള ഒരു കമ്പിയുണ്ട് സിബിൻ്റെ അടിഭാഗം, അതിനകത്ത് കൊള്ളാതെ സൂക്ഷിക്കണം. ഇനി ഒരു തയ്യലും കൂടെ വിട്ടിട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ സിബ് ഉരിയടിക്കുകയൊക്കെ ചെയ്യുന്നതും കൊണ്ട് അവിടെ പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തയ്ച്ച് തീർന്ന് നെക്കും സിബും തയ്ച്ച് ഇനി ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം ഇത് കണ്ട സിബ് നല്ല ഇതായിട്ടുണ്ട്. ഇങ്ങനെ തയ്ച്ചാലും മതി. സിബ് വെച്ച് പടി വെച്ച് തയ്ച്ചതിന് ശേഷം മുകളിലൊരു 2.5 ഇഞ്ച് വീതിക്ക് തുണിയെടുത്ത് ഇങ്ങനെ തയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. ഷോൾഡർ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഇതൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ പതിച്ച് തയ്ച്ചതിൻ്റെ അടുത്തോട്ട് മറ്റേ പതിച്ച് തയ്ക്കാത്ത ഭാഗം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തുമ്പൊളിച്ച് ഒതുക്കി അകത്തോട്ട് വെച്ചതിന് ശേഷം അതിനെ കവർ ചെയ്ത് ഷോൾഡർ യോജിപ്പിക്കാം. 2 ഷോൾഡർ ഇതേമാതിരി ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. ഈ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കഴുത്തൊന്ന് ഒരു കഴുത്തിന് പതിച്ച് തയ്ച്ചിട്ടില്ല, അതിനെ ഒന്ന് പതിച്ച് തയ്ക്കാം. പതിച്ച് തയ്ച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കണം അതിൻ്റെ. അങ്ങനെ അതും തയ്ച്ച് തീർന്ന് നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത്. അതിന് പതിച്ച് തയ്ച്ചിട്ടില്ല, പതിച്ചും കൂടെ തയ്ക്കുക. പതിച്ചല്ല, ഡബിൾ സ്റ്റിച്ച്.
അങ്ങനെ ഇതെല്ലാം തയ്ച്ച് തീർന്ന് ഇനി സ്ലീവ് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. കണ്ട കൈക്കുഴി സ്ലീവ് തയ്ച്ചിട്ട് വേണം കൈക്കുഴി യോജിപ്പിക്കാൻ. അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയെടുത്ത് ഇവിടെ ഒരു മടക്ക് ഭാഗമുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അതാ ഉണ്ട് ഈ തുണി, ഈ പീസ് ഒരു 2.5 ഇഞ്ച് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് മുകളിലോട്ട് 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കണം. കണ്ട ഇതേമാതിരി മടക്കി വെച്ച് ആ തയ്യലിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ഇങ്ങനെ വെച്ചങ്ങ് തയ്ച്ചു കൊടുക്കാം. ഈ വശവും കൂടെ മടക്കി കൊടുക്കണം. അങ്ങനെ 2 സ്ലീവും ഇതേമാതിരി അങ്ങനെ. ഇനി അപ്പുറത്തെ വശവും കൂടെ ഇതേമാതിരി തയ്ച്ചു കൊടുക്കണം. ഇനി ഈ വശവും തയ്ച്ചു കൊടുത്താണ്ട് ഈ വശം നല്ല നീറ്റായിട്ടുണ്ട്. കണ്ട ഇതേമാതിരിയാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഈ വശം ഇതേമാതിരി തയ്ച്ചു കൊടുക്കുക. അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ സിമ്പിളാണ് തയ്ക്കുന്നത്. കണ്ട ഇപ്പം നമ്മൾ ആവശ്യത്തിന് നമുക്ക് കൈക്കുഴിക്ക് അത് വണ്ണം കിട്ടും. കൈക്കുഴിക്ക് വണ്ണം കിട്ടും. പക്ഷേ അത് കഴിയുമ്പോൾ തയ്യൽ തുമ്പ് വേണ്ടേ, അധികമുള്ള ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അകവശം ഇങ്ങനെ ഇരിക്കും. നമുക്ക് അളവിൻ്റെ നൈറ്റി എടുത്ത് വെച്ചതാ നോക്കണം. നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇതാണ് അളവിൻ്റെ നൈറ്റിയുടെ സ്ലീവ് എടുത്ത് വെച്ചത്. ഇത്രയും തയ്യൽ തുമ്പ് കിട്ടും. ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും തയ്യൽ തുമ്പ് അധികം കിട്ടും. ഓക്കെ ആയില്ലേ? ഇപ്പം മനസ്സിലായല്ലോ സ്ലീവ് എങ്ങനെയാ തയ്ക്കണ്ടേന്ന്. ഇനി സ്ലീവ് കൂട്ടി യോജിപ്പിക്കുക. കൈക്കുഴിയായിട്ട് കൂട്ടി യോജിപ്പിച്ച് മൊത്തത്തിൽ തയ്ക്കാൻ 2 സ്ലീവ് ഇതേമാതിരി യോജിപ്പിച്ചെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് നഖം വെച്ചൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുക്കം കിട്ടും. മറ്റേതും ഇതേമാതിരി തയ്ക്കണം. മറ്റേ സ്ലീവ് ഇതേമാതിരി എടുത്ത് വെച്ച് തയ്ക്കുക. കൈക്കുഴിയൊന്നും കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. മറ്റേ കൈക്കുഴിയിലും കയ്യൊന്നും ഇപ്പോൾ 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം നൈറ്റി ലൂസായിട്ട് എടുക്കുന്നതുകൊണ്ട് കൈക്കുഴി വെട്ടേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും തയ്യൽ തുമ്പ് അങ്ങ് പോയി കഴിഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ നമ്മൾ വെളിയിൽ കാണത്തുള്ളൂ. നൈറ്റിക്ക് വെളിയിൽ നമ്മൾ തയ്ച്ച തയ്യൽ ഭാഗം മൊത്തത്തിൽ താഴെ വരെ അങ്ങ് തയ്ച്ചു കൊടുക്കുക. മറ്റേ സൈഡും ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുത്തിട്ട് അടിഭാഗവും മടക്കി തയ്ക്കണം. ഇനി ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. രണ്ടും തയ്ച്ച് തീർന്ന് മടക്കി തയ്യൽ തീർന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്.